അസ്സലാമു അലൈക്കും. എന്താണ് ഈ സ്ക്രീനിൽ കാണുന്നത്? മുത്ത് അല്ലേ? നല്ല വിലയുള്ള സാധനമാണ് മുത്ത്. അതിന് അറബിയിൽ പറയുന്ന പേരറിയോ? ലു 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 എന്ന് പറഞ്ഞു നോക്കി എല്ലാവരും. ലു ലു ഒന്നിച്ച് പറയും. ലു 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 ലു. ഇനി ഇതൊന്ന് വായിച്ചു നോക്കൂ. ആ ആ. അടുത്തതോ? യെസ്, അത് തന്നെയാണ്. ആ ആ. അത് തന്നെ വേറൊരു രീതിയിൽ എഴുതാം. ഒന്ന് നോക്കൂ. ആ ആ. അപ്പൊ ഇതോ? ഇതും അങ്ങനെ തന്നെയാണ്. ആ ആ എന്ന് തന്നെയാണ്. 4 കോലത്തിൽ നമ്മളിപ്പോൾ ആ എന്ന് എഴുതിയില്ലേ? ഒന്ന് ഹംസ മാത്രം, ഹംസ ഫത്ഹ ആ. രണ്ടാമത്തത് അലിഫ് ഹംസ ഫത്ഹ ആ. മൂന്നാമത്തത് യാ ഹംസ ഫത്ഹ ആ. നാലാമത്തത് വാവ് ഹംസ ഫത്ഹ ആ. ഇനി അടുത്തത് നോക്കൂ. ഉ ഉ. നെക്സ്റ്റ് യെസ്, ഉ. വീണ്ടും ഉ. അതെ, ഓക്കെ. അടുത്തതോ? ഇ ഇ. ഹംസ കസ്ര ഇ. നെക്സ്റ്റ് അലിഫ് ഹംസ കസ്ര ഇ. അലിഫ് ഹംസ കസ്ര ഇ. നെക്സ്റ്റ് യാ ഹംസ കസ്ര ഇ ഇ. അടുത്തത് ബ ബ. നെക്സ്റ്റ് ലു ലു. നെക്സ്റ്റ് ജി ജി. ഇവിടെ ഈ ഹംസക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഹംസക്ക് ഒരു സ്വഭാവമുണ്ട്. ചിലപ്പോൾ അത് കുർസിയില്ലാതെ, കസേര ഇല്ലാതെ നിലത്തിരിക്കും. ഹംസ മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ അത് കുർസീൻ മുകളിലാണ് ഇരിക്കുക, കസേരക്ക് മുകളിലാണ് ഇരിക്കുക. ഹംസൻ്റെ കസേര ചിലപ്പോൾ അലിഫാകും, ചിലപ്പോൾ യാ ആകും, ചിലപ്പോൾ വാവും ആകും. മനസ്സിലാവുന്നുണ്ടോ? ഹംസക്ക് ചിലപ്പോൾ അലിഫ് എന്ന കസേര ഉണ്ടാകും, ചിലപ്പോൾ യാ എന്ന കസേര ഉണ്ടാകും, ചിലപ്പോൾ വാവ് എന്ന കസേരയും ഉണ്ടാകും. ഹംസ ഫത്ഹ അ, അലിഫ് ഹംസ ഫത്ഹ അ, യാ ഹംസ ഫത്ഹ അ, വാവ് ഹംസ ഫത്ഹ അ. ഒക്കെ അ എന്ന് തന്നെയാണ് വായിക്കുക. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? ഇനി ഇതൊന്ന് നോക്കിയേ. നമ്മൾ നേരത്തെ പറഞ്ഞത് മുകളിൽ ചെരിച്ച് ഇടുന്ന വരയാണ് ഫത്ഹ അല്ലേ? അപ്പോൾ ഇതോ? ഇതിൻ്റെ പേരാണ് തൻവീൻ ഫത്ഹ. എന്താണ്? തൻവീൻ ഫത്ഹ. യെസ്, തൻവീൻ ഫത്ഹ. അപ്പോൾ ഇതോ? ഒരു ലമ്മ് ഇട്ടാൽ ഉ എന്നൊക്കെ വായിക്കും അല്ലേ? ഇത് 2 ലമ്മയുണ്ട്.
അപ്പോൾ എന്താ പറയുക? തെൻവീൻ ലമ്മ, തെൻവീൻ ലമ്മ. ഇതും അങ്ങനെ തന്നെയാണ് കേട്ടോ. തെൻവീൻ ലമ്മ ഇങ്ങനെയും ഇടാം, തെൻവീൻ ലമ്മ. അപ്പോൾ ഇതോ താഴെ ചെരിച്ച് ഒരു വര വരച്ചാൽ കസ്റയാണെന്ന് നമ്മൾ പറഞ്ഞു, കസ്റ. അത് 2 വര വരച്ചാലോ? തെൻവീൻ കസ്റ, തെൻവീൻ കസ്റ. യെസ്, വെരി ഗുഡ്, സൂപ്പർ. എല്ലാവരും നല്ല ഉഷാറായിട്ട് കൂടെ വായിച്ച് സൂപ്പറായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.